Hi, my name is Monsi George. I am one of the OET trainers working in Medcity International Academy, Kottayam. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് OET 2.0 വേർഷനിലെ റൈറ്റിംഗ് സബ് ടെസ്റ്റിലെ കുറച്ച് കോമൺ എറേഴ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജെൻഡർ മാറ്റി എഴുതുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ആലിസ് വുഡ്, അതായത് മിസ്സസ് ആലിസ് വുഡ് എന്ന് പറഞ്ഞ ഒരു പേഷ്യൻ്റ്, അതായത് നമ്മൾ റെഫറൻസ് എഴുതുന്ന പേഷ്യൻ്റാണ് മിസ്സസ് ആലിസ് വുഡ്. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിലും പേഷ്യൻറ്റിൻ്റെ നെയിമൊക്കെ എഴുതി റെഡിയാക്കി, ഓക്കെ. സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫിൽ വരുമ്പോൾ ഈ ഷീ എന്നൊക്കെ എഴുതാനുള്ളത് മാറ്റി നമ്മൾ ഹീ ആക്കും. മീൻസ് അത് സ്റ്റുഡൻസ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു എററാണ്. ഞങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ കാണുന്നതാണ് അവരത് രണ്ടാമത് വായിച്ച് നോക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് വരുന്ന മിസ്റ്റേക്കാണത്. അപ്പം നമുക്കതിനെ എങ്ങനെയൊരു ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ട് പ്രൂഫ് റീഡ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് പ്രൂഫ് റീഡിങ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രൂഫ് റീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ജെൻഡർ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് തിരുത്താനും പറ്റും. അപ്പോൾ ആ പ്രൂഫ് റീഡിങ് ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അടുത്ത കാര്യമെന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റ്സ് ഫോർ റീഡിങ് ആൻഡ് 40 മിനിറ്റ്സ് ഫോർ റൈറ്റിംഗ്. 5 മിനിറ്റ്സ് റീഡിംഗ് ടൈം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ആദ്യം പോകുന്നത് റൈറ്റിംഗ് ടാസ്കിലേക്കാണ്. അതായത് നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നതെന്ന് അതിനനുസരിച്ച് വേണം നമുക്ക് ഈ തന്നിരിക്കുന്ന കേസ് നോട്ടെല്ലാം പ്രയോറിറ്റൈസ് ചെയ്യണം, പിന്നെ അതിനെ ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞ പരിപാടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ടഫാണ്. കാരണം നമ്മൾ പലതരത്തിലുള്ള ലെറ്റർ എഴുതുന്നുണ്ട്. അപ്പം അതിനെന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഈ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ടൈം എടുത്ത് നിങ്ങൾ ആ ഓർഗനൈസേഷനും പ്രയോറിറ്റൈസും എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ, കുറച്ച് റെലവൻറ്റ് ഡേറ്റാസ് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെറ്റർ വെറും ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് എഴുതി തീർക്കാൻ പറ്റും. ഇപ്പം എന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ ഒരു ലെറ്റർ ലൈൻ എഴുതുന്നു, വീണ്ടും റബ്ബ് ചെയ്യും, വീണ്ടും അവിടെ, അപ്പോൾ ഒരു ഓവർ റൈറ്റിംഗ് വരും. അത് അവോയ്ഡ് ചെയ്യാനും പറ്റും. അപ്പം നമ്മൾ എഴുതുന്ന മെസ്സേജസ് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ലെറ്റർ ഈസി ആയിട്ട് നമുക്കത് കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യാനും നമ്മുടെ ടൈം മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത ഒരു എറർ എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. എല്ലാവരും റണ്ണിങ് ലെറ്റേഴ്സ്, കേസീവ് റൈറ്റിംഗ് ഒക്കെ എഴുതി പഠിച്ചു വന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ നമുക്ക് എഴുതുമ്പോൾ നല്ല വൃത്തിയായിട്ട് എഴുതണം, വായിക്കാൻ പറ്റണം. കാരണം ഇപ്പം നിങ്ങളുടെ ലെറ്റർ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ കുട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ലെറ്റർ ആണെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മുടെ ലെറ്റർ നോക്കുന്ന ഒരു വ്യക്തി, അതായത് നമ്മളെ അസസ് ചെയ്യുന്ന ഒരു വ്യക്തി ആകപ്പാടെ കാണുന്നത് ആ ഒരു ലെറ്ററാണ്. അപ്പം എറർ ഒന്നും കൂടാതെ വൃത്തിയായിട്ട് ഓരോ ലെറ്ററും വ്യക്തമായിട്ട് വായിക്കുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. അതായത് അക്ഷരങ്ങളെല്ലാം അടുപ്പിച്ച് വാക്കുകൾ ഇച്ചിരി അകത്തി നല്ല വൃത്തിയായിട്ട് വായിക്കാവുന്ന രീതിയിൽ വേണം എഴുതാൻ. കാരണം നമുക്ക് വേർഡ് കൗണ്ട് എന്ന് പറയുന്നതും 180 to 200 ഉള്ളൂ. നമുക്ക് ലൈൻസ് എന്ന് പറയുന്നതും 20 to 25 ലൈൻസേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ റെലവൻറ്റ് ഡേറ്റാസ് എല്ലാം നിൽക്കണം. പിന്നെ അടുത്ത ഒരു എറർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, റെലവൻറ്റ് ഡേറ്റാസ് എടുക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഓരോ പാരഗ്രാഫിലും സിംഗിൾ തീം ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ ഇഫ് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു ദി ഡോക്ടർ, ഇല്ലെങ്കിൽ ഒരു നഴ്സ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും പ്രസൻറ്റ് ഇൽനെസ്, അതായത് പേഷ്യൻ്റ് അഡ്മിറ്റായി, പേഷ്യൻറ്റിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, നമ്മുടെ മെഡിക്കേഷൻസ്, ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊരു കഥ പോലെയാണ് ശരിക്കും. അഡ്മിഷൻ ആയി കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ ആ പാരഗ്രാഫിൽ പറയുമ്പോൾ അത് വായിക്കുന്ന ആൾക്ക് അത് ശരിക്കും അതിൻ്റെ ഒരു ഫ്ലോ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇന്ന കാര്യങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ റെലവൻറ്റ് ഡേറ്റ ആണെങ്കിൽ പോലും ഒരു പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ പോവുകയാണ് ചെയ്യുന്നത്. കാരണം അത് വായിക്കുന്ന ഒരു സിംഗിൾ തീം അല്ല, എല്ലാം കൂടെ ഒന്ന് കുഴച്ച് മറിച്ച് എഴുതിയ ഒരു രീതിയിലായി പോകും നമ്മുടെ ലെറ്റർ. ഞാൻ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ തരാം, എന്ന് വെച്ചാൽ ആർക്കൊക്കെ എന്തൊക്കെ ലെറ്റർ എങ്ങനെ എഴുതണം എന്നുള്ളത്. കോമൺ ആയിട്ട് നമ്മൾ ലെറ്റേഴ്സ് എഴുതുന്നത് ഡോക്ടേഴ്സ്, നഴ്സസ്, ചിലപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ്,
പിന്നെ സോഷ്യൽ വർക്കേഴ്സ്, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പം ഡോക്ടേഴ്സിനും നേഴ്സസിനും ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു കോമൺ എററാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ പ്രയോറിറ്റി ഇല്ലാതെ എഴുതുക, പിന്നെ നമുക്കത് കോർഡിനേറ്റ് ചെയ്യാൻ അറിയാതിരിക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ ഇപ്പം നിങ്ങളൊരു ലെറ്റർ ഡോക്ടർക്കാണ് എഴുതുന്നത് അല്ലെങ്കിൽ ഒരു നേഴ്സിനാണ് എഴുതുന്നത്, ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷൻ എന്തിനാണ് ആ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയത് എന്നുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. അതിൻ്റെ തേർഡ് പാരഗ്രാഫ് വരുമ്പോൾ നമ്മൾ റെലവൻ്റ് അല്ല എന്നാലും ഇറെലവൻ്റ് അല്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. അത് സോഷ്യൽ ഹിസ്റ്ററിയും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും ഉണ്ട്. അത് നമുക്ക് നമ്മുടെ തേർഡ് പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുപോലെ നമ്മളൊരു സോഷ്യൽ വർക്കർക്കാണ് എഴുതുന്നതെങ്കിൽ, സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കർക്ക് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ മെഡിക്കേഷൻ, അഡ്മിഷൻ ഇതൊക്കെ അറിയണമെങ്കിൽ പോലും സോഷ്യൽ വർക്കർക്ക് അറിയേണ്ട അല്ലാത്ത കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റാസാണ് ലിവിങ് സ്റ്റാറ്റസ്, ഹാബിറ്റ്, ഇൻകം, പിന്നെ എന്താണ് ഒരു സിറ്റിസൺഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ചില ലെറ്റേഴ്സിൽ കാണുന്നുണ്ട് ഈ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നതിനെ പറ്റി, അവരുടെ അക്കോമഡേഷൻ റെഡിയാക്കുന്നതിനെ പറ്റി, അവരുടെ ഇൻഷുറൻസ് ശരിയാക്കുന്നതിനെ പറ്റി. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സോഷ്യൽ വർക്കർക്ക് എഴുതുമ്പോൾ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻറ്റിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ, അതായത് ആ പേഷ്യൻ്റ് എവിടെ താമസിക്കുന്നു, ആ പേഷ്യൻറ്റിൻ്റെ വരുമാനം എന്താണ്, പേഷ്യൻ്റ് എന്താണ് ചെയ്യുന്നത്, എന്താണ് ജോലി, മാരീഡ് ആണോ, കുട്ടികളുണ്ടോ, പിന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ വർക്കേഴ്സിന് എഴുതുമ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ അറിഞ്ഞാൽ, പ്രയോറിറ്റൈസ് ചെയ്യാൻ അറിഞ്ഞാൽ, റെലവൻറ്റ് ഡേറ്റാസ് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എറേഴ്സ് എല്ലാം മാറ്റാൻ പറ്റും. അത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പ്രാക്ടീസാണ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ പ്രാക്ടീസ് ചെയ്താൽ പറ്റത്തില്ല. നമ്മളൊരു 3-4 ലെറ്റേഴ്സിന് നമുക്കൊരു കറക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അഞ്ചാമതൊരു ലെറ്റർ എഴുതുന്നതിന് മുൻപ് ഈ 4 ലെറ്ററിനും കിട്ടിയ കറക്ഷൻസ് നോക്കുക. ചുമ്മാ നമ്മൾ ലെറ്റർ എഴുതി കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. 5 ലെറ്റർ കറക്ഷൻ കിട്ടി, 6ാമത്തെ ലെറ്ററിലും ആ 5 എണ്ണത്തിന് കിട്ടിയ എറർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വൃത്തിയായിട്ട് ഈ എറർ ഒന്നുമില്ലാതെ കിട്ടിയ കറക്ഷൻസ് എല്ലാം വൃത്തിയായിട്ട് നോക്കി ഒരു ലെറ്റർ എഴുതുക. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 4-5 ലെറ്റർ കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സമയം കിട്ടുന്ന പോലെ ഇതെല്ലാം എടുത്ത് നോക്കണം. എനിക്ക് എങ്ങനെ ഈ എറർ ഇല്ലാതെ എഴുതാൻ പറ്റും, എങ്ങനെ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഗ്രാമാറ്റിക്കൽ എറേഴ്സാണ്. ആ ഗ്രാമർ എറേഴ്സ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? നമുക്ക് ഓൾറെഡി റെലവൻറ്റ് ഡേറ്റാസ്, അതായത് നമ്മുടെ പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, മീൻസ് പേഷ്യൻറ്റിൻ്റെ പേര്, ഏജ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററി, ഡിസ്ചാർജ് പ്ലാന്, റൈറ്റിംഗ് ടാസ്ക് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആകെ കൂടി ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ശരിക്കും അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ അതിന് വലിയൊരു ഗ്രാമറുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യകതയൊന്നും വരുന്നില്ല. പിന്നെ എല്ലാവരും ശ്രമിക്കുന്നത്, ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു എറർ എന്ന് പറയുന്നത്, ഇവർ നല്ല കോംപ്ലക്സ് സെൻറ്റൻസസ് ഒക്കെ എഴുതാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ് ആവും. സിമ്പിളായിട്ട് എഴുതുക. പിന്നെ കണക്റ്റീവ്സ്, ഓവർ യൂസേജസ് ഓഫ് കണക്റ്റീവ്സ്. എന്തിനാണ് ഒത്തിരി കണക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണക്റ്റീവ്സ് ആവശ്യമുള്ളിടത്ത് മാത്രം കണക്റ്റീവ്സ് യൂസ് ചെയ്യുക. അതായത് വളരെ കുറച്ച്, ഒരു 3-4 കണക്റ്റീവ്സ് മാത്രം യൂസ് ചെയ്ത് ലെറ്റർ എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പം മാക്സിമം ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ടിപ്സ് എല്ലാം ഒന്നും കൂടെ പറയാം. ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് പ്രയോറിറ്റൈസ് ചെയ്യുക, പിന്നെ ഓർഗനൈസ് ചെയ്യുക, പിന്നെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഇതൊന്നുമില്ലാതെ വേണം ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ടാസ്ക് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ലെറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കോർ കിട്ടും. ഓക്കെ.